ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി നെക്സ്റ്റ് പ്രിൻസ് എന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ കനിനും ചരനും ഇൻറ്റിമേറ്റ് ആയിട്ട് ഒരുമിച്ച് അവിടെയുള്ള സോഫയിൽ കിടക്കുന്നതായിരുന്നു എപ്പിസോഡ് എൻഡിങ്ങിൽ കാണിച്ചത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അത് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ ഒരുമിച്ച് ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് സോഫയിൽ കിടക്കുന്ന ടൈമിന് കനിനാണെങ്കിൽ അവർക്കുള്ള പവറിനെ കുറിച്ചും അധികാരത്തിനെക്കുറിച്ചും അവർ റോയൽ ഫാമിലിയിലുള്ളവരെ പറ്റിയും ഒക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചരൺ പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് റോയൽ ഫാമിലിയിൽ ജനിക്കണ്ടായിരുന്നു എന്ന്. കാരണം ആ സമയത്ത് റൂൾസ് ഇല്ല, ഓരോന്നനുസരിക്കേണ്ട, ഇങ്ങനെ റോയൽ കാര്യങ്ങളായിട്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമുക്കൊരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ പറ്റും. ഇനി അഥവാ നമുക്ക് പവർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നീതി ലഭിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. കനിനും അപ്പോൾ പറയുന്നുണ്ട്, അത് ശരിയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പവർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കുമെന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കനിനെയാണെങ്കിൽ ചരൺ പഠിപ്പിക്കുന്നതാണ്. കാരണം അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഒരാഴ്ച പോലും ബാക്കിയില്ല. ഫസ്റ്റത്തെ കോമ്പറ്റീഷൻ ഇവരുടെ ജനറൽ നോളജ് ചെക്ക് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചരൺ കനിന് വേണ്ടി അവനായിട്ട് തയ്യാറാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ചരനാണെങ്കിൽ കനിനോട് പറയുന്നുണ്ട്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അവർ മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കില്ല ചാൻസ്, ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നായിരിക്കും ചോദിക്കാൻ ചാൻസ്. ആ കണക്കിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കനിന് കൊടുക്കുന്നുണ്ട്. അടുത്ത് രാജാവിനെ കാണിക്കുമ്പോൾ രാജാവ് ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു പെയിൻറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. രാജാവിൻ്റെ ഹെൽത്തും ഒക്കെ ഇപ്പോൾ ഒരുവിധം ഓക്കെയാണ്. രാജാവും ഹാപ്പിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ രാജാവിൻ്റെ അസിസ്റ്റൻറ്റ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓക്കെ ആയിട്ടിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം രാജാവ് പറയുന്നുണ്ട്, കോമ്പറ്റീഷനിൽ കനിൻ തന്നെ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു അവസരം വരാനായിട്ട് കാത്തിരിക്കുമായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ രാജാവിൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഫസ്റ്റത്തെ ആ ഒരു ജനറൽ നോളജ് ചെക്ക് ചെയ്യുന്ന റൗണ്ടിൽ കനിന് ജയിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ, അതിലും എനിക്ക് ടെൻഷനില്ല. കാരണം കനിനെയാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ കനിന് കൂടുതൽ വോട്ട് കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാത്തത് അവയുടെ അച്ഛൻ ആർച്ചറിയുടെ കോമ്പറ്റീഷൻ കൂടെ വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് എന്തിനാണ് അത് സമ്മതിച്ച് കൊടുത്തതെന്നാണ്. ആ സമയം രാജാവ് എന്തിനായിരിക്കും എന്ന് നീയൊന്ന് ആലോചിച്ച് നോക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് ആലോചിച്ചിട്ടിങ്ങനെ പറയുന്നുണ്ട്, ഒരുപക്ഷേ രാജാവ് അശ്വദേവാതിൻസിൻ്റെ അടുത്ത് മാത്രം ഫേവറിസം കാണിക്കുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. രാജാവ് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയായ അവയനെ മത്സരത്തിൽ കളിക്കാനായിട്ട് സമ്മതിക്കുകയും അതുപോലെ തന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ കഴിവായിട്ടുള്ള ആ ഒരു ആർച്ചറി കോമ്പറ്റീഷൻ നമ്മൾ നടത്തുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് ജയിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു പ്രതീക്ഷ പോലെ ആയിത്തീരും അത്. കൂടാതെ റാമിലിന് അതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേറിയൊരു കാര്യവുമാവും. കാരണം അവൻ അത്ര എളുപ്പത്തിൽ അത് ജയിക്കാൻ പാടില്ലല്ലോ എന്ന്. ആ സമയം അസിസ്റ്റൻറ്റ്, പക്ഷേ കനിനും അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ആവത്തില്ലേ എന്നിങ്ങനെ പറയുന്ന ടൈമിന് രാജാവ്, ശരിയാണ്, അവനും അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാവും. പക്ഷേ ആർച്ചറിയിൽ മാത്രമേ അവയ്ക്ക് അവരെ രണ്ടുപേരും തോപ്പിച്ച് കയറാൻ പറ്റത്തുള്ളൂ. ഫെൻസിങ്ങിൽ അവയ്ക്ക് അവരെ രണ്ടുപേരെയും കടത്തി കയറാൻ പറ്റത്തില്ല. കാരണം അതിൽ റാമിലും കനിനും തന്നെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ആർച്ചറി കോമ്പറ്റീഷൻ ഈ ഒരു മത്സരത്തിൽ കയറ്റിയതിൽ എനിക്കൊരു ഇതുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കോമ്പറ്റീഷനുള്ള ടൈമായി വരുന്നുണ്ട്. കനിനിപ്പോൾ അതിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷനായിട്ടിരിക്കുമ്പോഴത്തേക്കും ബബ്ലു ആണെങ്കിൽ ടെൻഷനാവേണ്ട, എല്ലാം ഓക്കെയാണ്, ഞാൻ കുറച്ച് ചായ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ചരനും വന്നിട്ട് ടെൻഷനാവേണ്ട, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താണ്, പറ്റുന്ന പോലെ ചെയ്താൽ മതി, റിസൾട്ട് എന്തായാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നാൽ കനിനാണെങ്കിൽ ഞാനെങ്ങാനും അവിടെ പോയി തെറ്റിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പോൾ ചരനാണെങ്കിൽ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, അതിനെക്കൊണ്ട് പറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ ബബ്ലു ആണെങ്കിൽ ചായ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ബബ്ലുവിൻ്റെ കൈ കാണുമ്പോൾ അറിയാം അവന് നമ്മുടെ കനിനെ കുറിച്ച് ഓർത്ത് കനിനെ ഉള്ളതിനേക്കാളും ടെൻഷനുണ്ട്. കാരണം അവൻ്റെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തോണ്ടെന്ന് ചായ താഴോട്ട് വീഴുന്നുണ്ട്. അതുകൊണ്ട് അവനാണെങ്കിൽ ഞാൻ വീണ്ടും പോയി ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്തുകൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ കൈ നല്ല വിറയുന്നുണ്ട്. കനിൻ പറയുന്നുണ്ട്, എന്നെക്കാളും കൂടുതൽ ടെൻഷൻ നിനക്കാണല്ലോ എന്നും. ആ ഒരു ടൈമിന് കനിൻ്റെ അച്ഛൻ അവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. കനിൻ്റെ അച്ഛനും അവനോട് പറയുന്നുണ്ട്, നീ ടെൻഷനാവണ്ട, നിന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി, നമ്മൾ ഒത്തിരി വർഷം കൂടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ ഈ ഇടയ്ക്കാണ് കണ്ടത് തന്നെ, പക്ഷേ നീ ജനിച്ചപ്പോൾ അന്ന് തൊട്ട് നിന്നോടുള്ള സ്നേഹം എനിക്കിപ്പോഴും ഉണ്ട്, എനിക്ക് നിൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ടെൻഷനാവൊന്നും വേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ അങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലുന്നുണ്ട്. പിന്നീട് കോമ്പറ്റീഷൻ സ്റ്റാർട്ടാവുകയാണ്. ഇതിപ്പോൾ ലൈവായിട്ട് തന്നെ ആൾക്കാർക്ക് കാണത്തക്ക രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്ന ന്യൂസ് പോലെ. ജെയ്യും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വീട്ടിൽ ഇരുന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന മെയിൻ ഇവൻറ്റിൻ്റെ സ്ഥലത്ത് നമ്മുടെ കാൽവിനും ഉണ്ടായിരുന്നു. കാൽവിനാണെങ്കിൽ ആ പരിപാടിയിൽ ഇരിക്കുന്ന ടൈമിന് ഫോൺ എടുത്തിട്ട് ജെയ്യിനെ കോൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ അവന് പറ്റുന്നില്ല. ഇതേ ടൈമിന് ജെയ്യാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിന്
അവൻ്റെ ചേച്ചിയും അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ജെയ്യും അവൻ്റെ ഫ്രണ്ട്സും കാൽവിനെ ടി വി കൂടെ കാണുന്നത്. അതേസമയം തന്നെ ആ ഒരു ടി വിയിൽ ഇവരിങ്ങനെ പറയുന്നുണ്ട് ബുജാറിലെ രാജകുമാരനായിട്ടുള്ള കാൽവിനും ഈ ഒരു മത്സരം കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന്. പെട്ടെന്ന് കാൽവിനെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ജെയ്യാണെങ്കിൽ ഷോക്കാവുന്നുണ്ട്. കാരണം ജെയ്യാണെങ്കിൽ കാൽവിനൊരു രാജകുമാരനാണെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ജെയ്യാണെങ്കിൽ കാൽവിനെ പ്രൊട്ടസ്റ്റിൽ കൂടെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സിന് കാൽവിനെ പരിചയമുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് വിചാരിച്ചിരിക്കുന്നത് കാൽവിൻ ഒരു രാജകുമാരനാണെന്നുള്ള കാര്യം ജെയ്ക്ക് ഓൾറെഡി അറിയാമെന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സ് ആ ഒരു കാര്യം ഇപ്പോൾ ടി വി കൂടെ അറിയുമ്പോൾ ജെയ്യിൻ്റെ അടുത്ത് നീ ഒരു രാജകുമാരനെയാണോ പ്രൊട്ടസ്റ്റിന് ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജെയ്യുടെ ചേച്ചിയാണെങ്കിൽ അവൻ ആ കാര്യം ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഫ്രണ്ട്സിന് മനസ്സിലായത് ഈ ഒരു സത്യം ഇപ്പോഴാണ് നമ്മുടെ ജെയ്യും മനസ്സിലാക്കിയത്. അതേടെ പിന്നെ ജെയ്യുടെ മറ്റൊരു ഫ്രണ്ട് അവൻ ഫോണിൽ മെസ്സേജ് ഇട്ടും ഇങ്ങനെ പറയുന്നുണ്ട് ശരിക്കും കാൽവിനാണെങ്കിൽ ഒരു രാജകുമാരനാണല്ലേ എന്ന്. അങ്ങനെ വീണ്ടും അടുത്ത് ആ ഒരു കോമ്പറ്റീഷൻ ഇത് കാണിക്കുമ്പോഴത്തേക്കും രാജാവാണെങ്കിൽ ഇപ്പോൾ ഒഫീഷ്യലി ആ ഒരു കോമ്പറ്റീഷൻ ഓപ്പൺ ആവുകയാണെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് കഴിയുന്നതും ആ ഒരു 3 മത്സരാർത്ഥികൾ അതായത് റാമിൽ, കനിൻ, അവർ 3 പേരും സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അവർക്ക് 3 പേർക്കും സൈഡിലായിട്ട് ചെയർ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ആൾ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. വിളിക്കുന്ന ടൈമിന് പോഡിയത്തിലേക്ക് വന്ന് നിൽക്കണമെന്ന്. അങ്ങനെ ഫസ്റ്റ് റാമിലിനെ വിളിക്കുന്നുണ്ട്. അവൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അയാൾ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ നേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതാണെങ്കിൽ ഒത്തിരി കാലമായിട്ടും ആരും തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അതിനെതിരെ ഒരു പ്രതിവിധിയോ നടത്താത്തതായിട്ടുള്ള ഒരു പ്രശ്നം അത് നിങ്ങളുടെ കണ്ണിൽ ഏതാണെന്ന് പറയാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ രാജാവാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് കമ്മിറ്റി ചൂസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതല്ലല്ലോ ഇത് വേറെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് ഉടനെ തന്നെ ഞാനത് നോക്കിയിട്ട് ചെക്ക് ചെയ്യാമെന്ന്. എന്നാൽ രാജാവ് ഇല്ല വൈകിപ്പോയി ഇനി നടക്കുന്ന കോമ്പറ്റീഷൻസിൽ ഇങ്ങനൊരു മിസ്റ്റേക്ക് വരാതെ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇതേസമയം റാമിൽ ആലോചിച്ചിട്ട് ആൻസർ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മുടെ നേഷനിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ തന്നെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടതും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടതുമാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഇഷ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഫാമിലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കും. നമ്മൾ പലരും കേൾക്കുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഓരോരോ ഉപദ്രവങ്ങളും എല്ലാം തന്നെ. അതെല്ലാം തന്നെ അവരുടെ മനസ്സിലും അവരുടെ ശരീരത്തിലും ഭയങ്കര ആഴമായിട്ടുള്ള മുറിവുകൾ നൽകുന്ന ഒന്നുമാണ്. പക്ഷേ അത് മാത്രമല്ല ഫാമിലീസിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നത് അതായത് അവർ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ ആ ഒരു തുറന്ന് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് അതോടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിലൂടെ പിന്നെ കുട്ടികളുടെ ഫ്യൂച്ചറിൽ അവരെന്താണോ ആവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനൊന്നും തന്നെ അവർ തയ്യാറാവുകയില്ല. അവർ മൊത്തത്തിൽ ബാക്കിയുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയും ബാക്കിയുള്ളവരുടെ കൂടെ സംസാരിക്കുകയോ കൂടുകയോ ഒന്നും ചെയ്യാതെ അവർക്കുണ്ടായ ആ ഒരു അനുഭവത്തിൽ ട്രോമയിൽ തന്നെ ആയിരിക്കും അവരെപ്പോഴും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന ടൈമിന് റാമിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ റാമിൽ എന്ത് തെറ്റ് ചെയ്താലും റാമിൻ്റെ അച്ഛൻ പൈതായിനെയാണ് അടിക്കാറ്. അപ്പോൾ ആ ഒരു ഉപദ്രവത്തിനെ പറ്റിയാണ് അവനിവിടെ പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതെന്ന് മാത്രം. അത് കേൾക്കുമ്പോൾ നമ്മുടെ പൈതായിക്കും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവൻ്റെ ആൻസർ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. കാരണം അവൻ പറയുന്നത് അത്രയും ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ റാമലിൻ്റെ അച്ഛന് മാത്രം അതങ്ങോട്ട് നേരെ പിടിക്കുന്നില്ല. എന്തായാലും റാമലിൻ്റെ ഈ ഒരു ആൻസർ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത് രണ്ടാമത് വിളിക്കുന്നത് അവേനെയാണ്. അവയ്ക്ക് കിട്ടുന്ന ചോദ്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഇമാലി എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ എന്തെങ്കിലും ഒരു ലോ ചേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏതായിരിക്കും എന്തിനായിരിക്കും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവ പറയുന്നത് എപ്പോഴും ഈ ഒരു ഇമാലി എന്ന് പറയുന്ന നേഷനിൽ എഴുതിയിട്ടുള്ളത് ആണുങ്ങൾക്ക് ചേരുന്നതായിട്ടുള്ള ലോയാണ്. അതായത് അവർക്ക് കൂടുതൽ പവർ കിട്ടാൻ കണക്കിനായിട്ടുള്ള ലോയാണ്. എന്നാൽ എനിക്ക് ഒരു ലോ ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഞാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അധികാരം ലഭിക്കുന്ന തരത്തിലുള്ളൊരു ലോ ആയിരിക്കും എഴുതാൻ പോകുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ പൊളിറ്റിക്സിലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഗവൺമെൻറ്റിലും ഒക്കെ തന്നെ കയറാനുള്ള അല്ലെങ്കിൽ അതിൽ നിൽക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം വേണം. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ കാണപ്പെടണം. അല്ലാതെ സ്ത്രീകൾക്ക് ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പുരുഷന്മാർക്ക് ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ളതൊന്നും വരാൻ പാടില്ല. ആ രീതിയിലായിരിക്കും ഞാനൊരു ലോ എഴുതാൻ പോവുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ ആൻസറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ റാമലിൻ്റെ അച്ഛനൊന്നും ഇത് വീണ്ടും പിടിക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത് മൂന്നാമത് വിളിക്കുന്നത് കനിനെയാണ്. കനിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇമാലി എന്ന് പറയുന്ന നേഷൻ്റെ ആ ഒരു എക്കോണമി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഫസ്റ്റ് തന്നെ കനിൻ പറയുന്നത് ഇമാലിയിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ഇമാലി കുറച്ചിട്ട് വാസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാക്കി മാറ്റുകയും ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഞാൻ ഒരു ഫുഡായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. അത് സ്പെഗറ്റി ആണെന്ന് പറയുന്നുണ്ട്. അവനത് പറയാനായിട്ട് കാരണം അവന് കുഞ്ഞിലെ തൊട്ടേ തൻ്റെ
അതിനായി ഇമാലിയുടെ ഫുഡെന്നും പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡാണിത്. ഇവനിത് പറയുമ്പോഴത്തേക്കും ഈ ഒരു പ്രോഗ്രാം ലൈവായിട്ട് തന്തനായി വേദിസിൻ്റെ വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ ഒരു ആൻസർ കേൾക്കുമ്പോഴത്തേക്കും തന്തനാക്കി ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കനിൻ പറയുന്നത് ഇമാലി എന്ന് പറയുന്ന നേഷനാണെങ്കിൽ 4 സ്ഥലങ്ങൾ ജോയിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ടൂറിസ്റ്റ് എക്കോണമി വർദ്ധിപ്പിക്കാനായിട്ട്. ഞാൻ ഈ 4 സ്ഥലങ്ങളുടെയും പ്രത്യേകതകൾ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ പുച്ചോങ്പിസത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്നൊരു തരത്തിലുള്ളൊരു സംഭവമാണ്. അടുത്ത രണ്ടാമത് ദവിഷ്മേത പറയുകയാണെങ്കിൽ അവിടുത്തെ നൈറ്റ് ലൈഫ് ആർക്കും മിസ് ചെയ്യാനേ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മീനാനക്കരൻ പറയുകയാണെങ്കിൽ അവിടുത്തെ കടലൊക്കെ കാണാനായിട്ട് ശരിക്കും ഭയങ്കര മനോഹരമാണ്. അസ്വദേവാദിൻ പറയുകയാണെങ്കിൽ അവിടെ ലാൻറ്റേൺസ് ഒക്കെ കത്തിക്കുന്ന ആ ഒരു സെലിബ്രേഷൻ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നും പറയുന്നുണ്ട്. ഇവൻ്റെ ആൻസറെല്ലാം നമ്മുടെ ഓരോരോ സ്ഥലങ്ങളിൽ രാജാക്കന്മാർ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം അവരുടെ സ്ഥലത്തിനെ കുറിച്ച് ഇങ്ങനെ എടുത്ത് പറയുന്നതുകൊണ്ട് തന്നെ. പിന്നെ കനിൻ വീണ്ടും പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ആളുകളെ, അതായത് ഗസ്റ്റായിട്ട് വരുന്ന ആളുകളെ ക്ഷണിക്കുന്ന രീതിയും അവരെ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഭയങ്കര പ്രത്യേകത ഒന്നാണ്. അത് തന്നെ ഹിമാലയനെ വ്യത്യസ്തമാക്കി മാറ്റും. പിന്നെ ഇവിടുത്തെ ടൂറിസം ഗ്രോത്തൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ എക്കണോമീനെക്കുറിച്ച് ആദ്യം പറയുന്നതിന് മുന്നേ തന്നെ ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അസ്വദേവാത്തിനിൽ നടക്കുന്ന മൈനിങ് കാരണം ഉണ്ടാകുന്ന പൊടിയിലൂടെ ആളുകൾക്ക് ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മളാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തടയേണ്ടത്. അതിലൂടെ തന്നെ ജനങ്ങൾക്ക് നമുക്ക് സുരക്ഷിതത്വം നൽകാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇതെല്ലാം തന്നെ നമ്മൾ ജയ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജയ്യാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കനിൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവനൊരു സന്തോഷമാവുന്നുണ്ട്. പക്ഷേ കനിൻ്റെ മുത്തശ്ശന്, അതായത് രാജാവിന് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ലൈവായിട്ട് തന്നെ കനിൻ പറയുന്നത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിന്നീട് ഇവരുടെ 3 പേരുടെയും ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചോദിച്ച ആൾ പറയുന്നുണ്ട് ഇനി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ടൈമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഓരോ ആൾക്കാരായിട്ടും വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. അതായത് അവയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു, അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാമെന്ന്. റാമിലാണെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് കറക്റ്റ് മനസ്സിലാക്കി സംസാരിച്ചു, അതുകൊണ്ട് അവന് വേണ്ടി വോട്ട് ചെയ്യാമെന്ന്. കനിനാണെങ്കിൽ ഇമാലിയിലുള്ള ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി, അതുകൊണ്ട് അവന് വേണ്ടി വോട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഇത് പറഞ്ഞിട്ട് 3 പേർക്കും അങ്ങനെ വോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് വോട്ടിംഗ് കഴിയുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ വോട്ടിംഗ് ചെയ്ത് നിർത്തുക, ഇനി നമുക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്ന് നോക്കാമെന്ന്. അങ്ങനെ അപ്പോൾ തന്നെ അത് ആർക്കാണ് കിട്ടിയെന്ന് ഇവരിന്ന് കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ജയിച്ചത് റാമിലായിരുന്നു. അവന് 42.25% വോട്ട് വന്നേക്കാണ്. അതായത് ബാക്കി 2 കൂടുതൽ അവന് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റൗണ്ടിൽ ജയിച്ചത് റാമിലാണ്. ഇത് കാണുമ്പോഴത്തേക്കും റാമിലിനും അവൻ്റെ അച്ഛനും പിന്നെ പൈതാക്കിയൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷേ മിക്കവരും അവിടെ ഇരുന്നവർ, അതായത് രാജാവ് ഉൾപ്പെടെ എക്സ്പെക്റ്റ് ചെയ്തത് കനിന് കിട്ടുമെന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ റാമിലിന് കിട്ടിയപ്പോൾ രാജാവിന് കുറച്ച് ഷോക്കായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും ആ ഒരു മത്സരം നടത്തുന്ന ആൾ പറയുന്നുണ്ട് ഇനി അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് 3 ദിവസത്തിനുള്ളിൽ മീനാനക്കരയിൽ വെച്ചാണ്. അത് ആർച്ചറി കോമ്പറ്റീഷനാണെന്ന്. അതിനുശേഷം കോമ്പറ്റീഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ചരനും കനിനും നടന്നു പോവാണ് തിരിച്ച്. അവയും കൂടെ പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് റാമിലാണെങ്കിൽ പൈതായുമായിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് 2 പേരും പറയുന്നുണ്ട് വിഷമിക്കണ്ട, കുഴപ്പമില്ല, ഇത് ഫസ്റ്റ് റൗണ്ട് ആയതല്ലേ ഉള്ളൂ, എനിക്കിതിൽ വോട്ട് കൂടി കിട്ടിയത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ആൻസറിൻ്റെ ഇതുകൊണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്തായാലും പിന്നീട് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അവയപ്പോൾ നീ എന്താ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റാമിലാണെങ്കിൽ ഞാനതിന് ഇൻസൾട്ട് ചെയ്തതല്ലോ, ഞാൻ ജസ്റ്റ് എന്താ പറയുക അതിന്, അത് തന്നെ എന്താ സമാധാനിപ്പിക്കുക എന്ന് പറയില്ലേ, ഞാൻ ആ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാനിവിടെ ആരും ഇൻസൾട്ട് ചെയ്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് കനിൻ പറയുന്നുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാരും സമാധാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. അവയും അതാണെന്ന് പറയുമ്പോൾ റാമിലാണെങ്കിൽ കണ്ടിട്ട് രണ്ടും കൂടെ എന്നെ ഗ്യാങ് ചെയ്ത് വളയുവാണെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കനിൻ അങ്ങനെയൊന്നുമില്ല, ആദ്യം തൊട്ടേ നമ്മൾ 3 പേരും 3 ശത്രുക്കളല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. രാമിലപ്പോൾ എങ്കിൽ ശരി നമുക്ക് അടുത്ത മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് അവയാണെങ്കിൽ കനിൻ്റെ അടുത്ത് നേരത്തെ സംസാരിക്കുന്ന ടൈമിന് അസ്വദേവാത്തിൽ ആ മൈനിങ് കാരണം ആൾക്കാർക്കുണ്ടായ പ്രശ്നത്തിനെക്കുറിച്ച് നിങ്ങൾ തുറന്ന് സംസാരിച്ചില്ലേ, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ ആരെങ്കിലും അതിനെപ്പറ്റി തുറന്ന് സംസാരിച്ചല്ലേ പറ്റുള്ളൂ, പിന്നെ നീയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചില്ലേ, അതും ശരിക്കും നല്ലൊരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവയാണെങ്കിൽ ഞാൻ എൻ്റെ സിറ്റുവേഷൻസ് വെച്ചിട്ട് ശരിക്കും ഉണ്ടായ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് റാമിലാണെങ്കിൽ പൈതായുടെ കൂടെ കൊട്ടാരത്തിലിരിക്കുന്നതാണ്. ആ ഒരു ടൈമിൽ റാമിൽ അച്ഛൻ വരുന്നുണ്ട്. റാമിൽ അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഞാൻ ജയിച്ചു
ജയിച്ചു എന്നൊരു കാര്യത്തിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അച്ഛനാണെങ്കിൽ അതുമാത്രം പോരാ, നീയാണെങ്കിൽ അവസാനം ജയിക്കുകയും വേണം, പിന്നെ ഇപ്പം നീ ജയിച്ചത് അത് ഞാനാ നിന്നെ ജയിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നേരത്തെ എപ്പിസോഡിൽ റാമലിനെ ആരൊക്കെയോ വെടിവെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാളെയൊക്കെ പിടിച്ചു വെച്ചപ്പോഴത്തേക്കും രാജാവ് അയച്ച ആളാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് ഒരുപക്ഷെ റാമല് ജയിക്കാതിരിക്കാനായിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടിയായിരിക്കും എന്ന് കരുതിയിട്ട്, റാമലിനെ എങ്ങനെയും ജയിപ്പിക്കണമെന്ന് കരുതിയിട്ട് റാമലിൻ്റെ വോട്ട് അവൻ്റെ അച്ഛൻ മനഃപൂർവ്വം കള്ളത്തരം കാണിച്ചു കൂട്ടിയതായിരുന്നു. അതുകൊണ്ടാണ് റാമൽ ഇപ്പോൾ ഇതിൽ ജയിച്ചത്. ആ ഒരു കാര്യം ഇപ്പോൾ റാമലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവൻ്റെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നീയാണെങ്കിൽ മിസ്റ്റേക്ക് ഒന്നും വരുത്താൻ പാടില്ല, അവസാനത്തെ മത്സരം വരെ നീ തന്നെ ടോപ്പിൽ നിൽക്കുകയും വേണമെന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കള്ളത്തരത്തിലൂടെയാണ് താൻ ജയിച്ചതെന്ന് ഇങ്ങനെ മനസ്സിലാകുമ്പോഴത്തേക്കും റാമലിനും അത് ഒരുമാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. അടുത്ത് കാണിക്കുന്നത് ജയിനെയും അവൻ്റെ ചേച്ചി ജൂണിനെയാണ്. ഇപ്പോൾ അവൻ്റെ ചേച്ചി വിളിച്ചിട്ട് ജയ്യാണെങ്കിൽ പുറത്ത് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിന് കാൽവിൻ ഒരു രാജകുമാരനാണെന്ന് അറിഞ്ഞതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് ജയ് ഇപ്പോഴും ഇരിക്കുന്നത്. കൂടാതെ അവൻ്റെ ചേച്ചി പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ മൂടൊക്കെ നോക്കി അവൻ ഇതിൻ്റെ പുറത്തേക്ക് വിളിച്ചത്, നീ എന്തിനെങ്കിലും ഒരുമാതിരി ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് കാൽവിൻ ഇവന് മെസ്സേജ് അയച്ചിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ മെസ്സേജ് വരുമ്പോൾ തന്നെ ചേച്ചി ചോദിക്കുന്നുണ്ട്, കാൽവിനാണോ? ഓ സോറി, അവനിപ്പോൾ രാജകുമാരനല്ലേ, കാൽവിൻ എന്ന് ഇങ്ങനെ പേര് ഡയറക്റ്റ് പറയാൻ പാടില്ലല്ലോ, നീയാണെങ്കിൽ അവനെ പോയി മീറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജയ്യാണെങ്കിൽ എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്. ചേച്ചി അപ്പോൾ എനിക്കറിയാം, ഒരുപക്ഷെ അവനൊരു രാജകുമാരാണെന്ന് അറിഞ്ഞ ശേഷം നിനക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവത്തില്ല. എങ്കിൽ അതെങ്കിലും നീ ചെന്ന് അവൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് തുറന്ന് പറയും. കാരണം ഒരാളുടെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തമ്മിൽ ഇനി കാണുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നീ പോയി ഓപ്പണായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തുറന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ വന്നിട്ട് ആ ഒരു ഡസ്റ്റ് പൊല്യൂഷൻ്റെ ന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് കാൽവിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരു മടിയുണ്ട്. കാരണം ജയ് ഇപ്പം തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കാൽവിന് ഒരിതുണ്ട്. അങ്ങനെ കാൽവിനാണെങ്കിൽ പതുക്കെ വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ജയിൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങുകയാണ്. ആ സമയം ചെയ്യുകയാണെങ്കിൽ അറിയാതെ കാൽവിൻ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ സോറി, നിങ്ങൾ രാജകുമാരനല്ലേ, ഞാൻ നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ, ഇനി നമുക്ക് മുമ്പത്തെ പോലെ കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം കാൽവിൻ അങ്ങനെ സംസാരിച്ചോളാനായിട്ട് പറയാണ്. എന്നാൽ ജയ് ഇല്ല, എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ ഒരു കോമണർ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇതൊക്കെ കേൾക്കുമ്പോൾ കാൽവിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം ജയ്യാണെങ്കിൽ അപ്പം തൊട്ട് സംസാരിക്കുന്ന സമയത്തെല്ലാം തന്നെ കാൽവിനെ രാജകുമാരൻ രാജകുമാരൻ ആ ഒരു വാക്ക് ആഡ് ചെയ്താണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കാൽവിനാണെങ്കിൽ ജയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് മറച്ചു വെച്ചത്, ഞാൻ നിൻ്റെ അടുത്ത് ഇത് ഓപ്പണായിട്ട് തുറന്ന് പറയാനായിരുന്നു നിന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണ പ്രൊട്ടസ്റ്റിൻ്റെ ടൈമിന് പ്രൊട്ടസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് നിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞത്. പക്ഷെ അന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം പറ്റാതെ പോയതാണ്, മനഃപൂർവ്വം മറച്ചു വെച്ചല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ജയ്യാണെങ്കിൽ എന്തോ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ജയ് ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ കാൽവിൻ വീണ്ടും സംസാരിക്കുന്നുണ്ട്. ജയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഗുഡ് ബൈ പറയാനാണ് വന്നത്, ഞാൻ തിരിച്ച് ബുജാറിലേക്ക് പോവുകയാണ്, എൻ്റെ അടുത്ത് അങ്ങ് തിരിച്ച് ചെല്ലാനായിട്ട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ജയ്യാണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. കാൽവിനാണെങ്കിൽ നമുക്കിനി മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ജയ്യാണെങ്കിൽ മീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നിങ്ങൾ പൊക്കോളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട് അവിടെ നിന്ന്. പിന്നീട് കാണിക്കുന്നത് ആർച്ചറി കോമ്പറ്റീഷൻ്റെ തലേ ദിവസം അവയുടെ അച്ഛൻ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അറിഞ്ഞിട്ട് അവയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതായത് ഞാനാണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ്, അത് സത്യമാണെന്ന് അറിയത്തില്ല, പക്ഷെ അന്വേഷിച്ചിടത്തോളം ഞാൻ അറിഞ്ഞത് റാമലിൻ്റെ അച്ഛൻ കള്ളത്തരം കാണിച്ചിട്ടാണ് റാമലിന് വോട്ടുകൾ കൂടുതൽ കിട്ടി അവ റൗണ്ട് ജയിച്ചതെന്നാണെന്നാണ്. കേൾക്കുമ്പോൾ അവയൊന്ന് ഷോക്കാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം, അതായത് കോമ്പറ്റീഷൻ്റെ ദിവസം എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കൗണ്ട് ഡൗൺ ഇവർക്ക് 3 പേർക്കുമായിട്ട് ഇങ്ങനെ എണ്ണുന്നുണ്ട്. ആ ഒരു ടൈമിന് റാമലിൻ്റെ മനസ്സിൽ അവൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛൻ അവൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അതായത് നിനക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷേ നീയാണെങ്കിൽ ടോപ്പിലെത്താൻ ശ്രമിക്കണം, എന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഈ മത്സരത്തിൽ ജയിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അവനെ കാണിക്കുകയാണെങ്കിൽ അവൻ്റെ അച്ഛനാണെങ്കിൽ റാമലിൻ്റെ അച്ഛൻ കാണിച്ച കള്ളത്തരത്തെക്കുറിച്ച് അവളുടെ അടുത്ത് പറഞ്ഞിട്ട് കൂടാതെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഇനി ഇത് ഒട്ടും ഫെയർ ആയിട്ടുള്ള കളിയല്ല, അതുകൊണ്ട് എന്തൊക്കെ ശ്രമിച്ചിട്ടായാലും നീയാണെങ്കിൽ ആർച്ചറിയിൽ ജയിച്ചേ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അവളും ജയിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. കനിനെ കാണിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് മുമ്പൊരു എപ്പിസോഡിൽ അവൻ്റെ അച്ഛൻ അവൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അതായത് നിനക്ക് ഹിമാലയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ പവർ നിൻ്റെ കൈ വരണം, അതിന് വേണ്ടിയിട്ട് നീ കോമ്പറ്റീഷൻ ജയിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ ജയിക്കണം എന്നുള്ള വാശിയിൽ അവന് നിൽക്കുകയാണ്. അങ്ങനെ 3 പേരും വാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് 3 പേർക്കുള്ള കൗണ്ട് ഡൗൺ ആണെങ്കിൽ എണ്ണി തീരുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ടിരുന്നൊരു ബൈ.